കുരുത്തക്കേടിന്റെ നേർചിത്രങ്ങളായിരുന്ന ബോബന്റെയും മോളിയുടെയും കഥ പറയുമ്പോൾ അവരുടെ കാർട്ടൂൺ സൃഷ്ടാവായ വി.ടി. തോമസ് എന്ന കാർട്ടൂണിസ്റ്റ് ടോംസിനെ മറക്കാൻ നമുക്കാർക്കും കഴിയില്ല. എന്റെ സ്വന്തം നാടായ ആലപ്പുഴയിലെ കുട്ടനാടാണ് അദ്ദേഹത്തിന്റെയും നാട്. സ്വന്തം വീടിനടുത്തുണ്ടായിരുന്ന ബോബനും മോളിയും എന്ന 2 കുട്ടികളുടെ കുസൃതികളാണ് ഈ കഥാപാത്രങ്ങൾക്ക് പ്രചോദനമായതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. 1957 മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലൂടെയാണ് ഈ കൂട്ടുകാർ നമ്മെ ചിരിപ്പിച്ചു തുടങ്ങിയത്. കാർട്ടൂണുകൾക്ക് അധികം പ്രാധാന്യമില്ലാത്തൊരു കാലമായിരുന്നു അത്. പക്ഷേ മനോരമയുടെ അവസാന പേജിൽ ചെറിയൊരിടം നേടിയ ബോബനും മോളിയും പിന്നീടങ്ങോട്ട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളികളുടെ മനസ്സിലേക്ക് കുടിയേറി. തുടക്കത്തിൽ സംഭാഷണങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിലും പിന്നീട് സമൂഹത്തിൽ നടക്കുന്ന പ്രസക്തിയുള്ള സംഭവങ്ങളെ നർമ്മത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ ഇവർ കൂടുതൽ ജനപ്രിയരായി. ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ മുഖങ്ങളായി, നേർചിത്രങ്ങളായി മാറി. ബോബന്റെയും മോളിയുടെയും അച്ഛനമ്മമാരായ പോത്തൻ വക്കീലും മേരിയും ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിന്റെ പ്രതിനിധികളായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള വക്കീലും എപ്പോഴും പരാതി പറയുന്ന എന്നാൽ സ്നേഹമുള്ളൊരു ഭാര്യ. അവരിലൂടെ ഒരു കുടുംബത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളും തമാശ രൂപത്തിൽ നമ്മളിലേക്കെത്തി. ബോബനും മോളിയും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് മണ്ടൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇട്ടുണ്ണൻ ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും. നിഷ്കളങ്കനായ ഇട്ടുണ്ണൻ ചേട്ടനും അദ്ദേഹത്തെ വരച്ച വരയിൽ നിർത്തിയിരുന്ന ചേട്ടത്തിയും ദാമ്പത്യ ജീവിതത്തിന്റെ ചെറിയ വഴക്കുകൾ പോലും രസകരമാക്കി നമ്മിലേക്ക് എത്തിച്ചു. നീണ്ട മുടിയും ഗിത്താറുമായി കറങ്ങി നടക്കുന്ന അപ്പി ഹിപ്പി 70കളിലെയും 80കളിലെയും യുവാക്കളുടെ പ്രതീകമായിരുന്നു. തൊഴിലില്ലായ്മയും അലസതയും ഒപ്പം പുതിയ ഫാഷൻ ട്രെൻഡുകളുമായി അപ്പി ഹിപ്പിയും നമുക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. സാധാരണക്കാരന്റെ ചിന്തകളെയും ചോദ്യങ്ങളെയും നേരിട്ട് സമൂഹത്തിലെ സമകാലിക പ്രശ്നങ്ങൾക്ക് ലളിതമായ പരിഹാരങ്ങൾ നൽകി നമ്മുടെ മനസ്സിലിടം നേടി ആശാൻ എന്ന കഥാപാത്രം. ബോബനും മോളിയും അറിയാതെയും അവർക്കൊപ്പം ചേർന്നും ഒരുപാട് കുരുത്തക്കേടുകൾ കാട്ടിയ ബിരുദനായിരുന്നു ഉണ്ണിക്കുട്ടൻ. വികൃതിയും കുസൃതിയും കാട്ടി മാതാപിതാക്കളെയും അധ്യാപകരെയും നിരന്തരം കുഴപ്പത്തിലാക്കി നമ്മെ ചിരിപ്പിച്ച ഉണ്ണിക്കുട്ടൻ. ഈ കഥാപാത്രത്തിനുള്ള പ്രചോദനം മോളിയുടെ മകനിൽ നിന്നാണ് കിട്ടിയതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അവനാണ് എനിക്ക് പ്രിയങ്കരൻ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ബോബനും മോളിക്കുമൊപ്പം കൂട്ടായി എപ്പോഴും ഉണ്ടായിരുന്ന ചുങ്കൻ പട്ടി അവർക്കൊപ്പം നിഴലും നിലാവുമായി നമ്മെ ചിരിപ്പിച്ചു. ബോബനും മോളിയും വെറുമൊരു തമാശക്കഥയായിരുന്നില്ല. സാമൂഹികവും രാഷ്ട്രീയവുമായ വിമർശനങ്ങൾ, അഴിമതി, തൊഴിലില്ലായ്മ, രാഷ്ട്രീയക്കാരുടെ പൊങ്ങച്ചങ്ങൾ, ഓഫീസുകളിലെ അനാസ്ഥ, ഇതെല്ലാം ടോംസ് തന്റെ കാർട്ടൂൺ കഥാപാത്രങ്ങളിലൂടെ തുറന്നുകാട്ടി. രാഷ്ട്രീയ പാർട്ടി സമ്മേളനങ്ങളിൽ കയറി സംസാരിക്കുന്ന ബോബനും മോളിയും ചിരിക്കൊപ്പം ശക്തമായ സാമൂഹിക സന്ദേശങ്ങളും നൽകി. സ്ത്രീകളുടെ അടുക്കള ജോലികൾ, മദ്യപാനം, ഗൾഫ് ജീവിതം എന്നിങ്ങനെ ആ കാലഘട്ടത്തിൽ കേരളത്തെ സ്വാധീനിച്ച പലതും ഇതിൽ വിഷയങ്ങളായി. ബോബനും മോളിയും ഇന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. ഈ കഥാപാത്രങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെയായി സാമ്യമുള്ളവരായതുകൊണ്ടാണ് ഇന്നും അവർ നമുക്ക് പ്രിയപ്പെട്ടവരായി തുടരുന്നത്. ചിരിയിലൂടെ എങ്ങനെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ തുറന്നു കാട്ടാമെന്നും ഓരോ ചെറിയ തമാശയിലും വലിയ കാര്യങ്ങളെ എങ്ങനെ അവതരിപ്പിക്കാമെന്നും ഒളിപ്പിച്ചു വെക്കാമെന്നും ടോംസ് എന്ന അതുല്യ പ്രതിഭ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ഒക്കെ മനസ്സിൽ ഇപ്പോഴും കുട്ടികളായിരിക്കുന്ന ബോബനും മോളിയും ഇപ്പോഴും കുസൃതികളായി തന്നെ തുടരുന്നു. ടോംസ് എന്ന കലാകാരൻ വരച്ച ഓരോ വരയും എഴുതിയ സംഭാഷണങ്ങളും നമ്മുടെ മനസ്സുമായിട്ടാണ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബോബനും മോളിയും കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മകളിൽ ആ ചിരിയും കുസൃതികളുമായി എപ്പോഴും ഉണ്ടാകും. അവർ നൽകിയ ചിരിയും ആഴത്തിലുള്ള നർമ്മവും ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല. ഓരോ മലയാളികളുടെയും മനസ്സിലെ മായാത്ത മരിക്കാത്ത ഓർമ്മകളാണ് ബോബനും മോളിയും. അതെ, അവരിപ്പോഴും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവരായി നമുക്കിടയിലുണ്ട്.